പെട്ടെന്നാണ് അവന്റെ നമ്പറിലേക്ക് ഒരു കോൾ വന്നത്. അവൻ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്നത് അടുത്തത് നീ. ഹായ് ഗായ്സ്, സിംബോസ് ജേനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഒരു ചെറിയ കഥയുമായ. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തും. ഒരു മലയോര ഗ്രാമം, നെറ്റ്വർക്കുകൾ പോലും ലഭ്യമാകാത്ത ഒരു താഴ്വര. എന്നാൽ ചില രാത്രികളിൽ അവിടെയുള്ള ചിലർക്ക് ഒരു കോൾ വരുന്നു. എന്നാൽ അതിലെ ശബ്ദം ഒരു മനുഷ്യൻ്റെതായിരുന്നില്ല. സച്ചിൻ ആളൊരു യുവ ജേർണലിസ്റ്റ് ആയിരുന്നു. ത്രില്ലിംഗ് ആയിട്ടുള്ള വിവരങ്ങൾ തേടി കണ്ടെത്തുന്ന ഒരാൾ. അയാളുടെ ഹോബിയും അത് തന്നെയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് പെട്ടെന്നൊരു ദിവസം സച്ചിനെ തേടി ആ വിവരമെത്തുന്നത്. ഇടുക്കിയിലെ തച്ചമലയ്ക്ക് ചുറ്റുമുള്ള താഴ്വരയിൽ രാത്രിയിൽ ചിലർക്ക് അപരിചിതമായ നമ്പറുകളിൽ നിന്ന് കോളുകൾ വരും. ആ കോളിൽ അവർ കേൾക്കുന്ന ശബ്ദം ഒരു മനുഷ്യൻ്റെതായിരുന്നില്ല. പക്ഷെ അതിൽ പറയുന്ന വിവരങ്ങൾ അവിടെയുള്ള എല്ലാവർക്കും വ്യക്തിപരമായി അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കേട്ടതും സച്ചിൻ ഉടനെ തന്നെ തച്ചമലയ്ക്ക് യാത്ര ചെയ്തു. അവിടെ എത്തിയതിനു ശേഷം വലിയ സിഗ്നലും ഒന്നുമില്ലാത്ത ഒരു വലിയ താഴ്വര. അവിടെ കേവലം 5 വീടുകൾ മാത്രം. അവിടെ ഒരു വൃദ്ധന്റെ വീട്ടിൽ സച്ചിൻ താമസിക്കാനായി ഇടം കണ്ടെത്തി. എന്നാൽ അവിടുത്തെ പ്രദേശവാസികൾ സ്വാഭാവികതയോടെ ആയിരുന്നില്ല അവനോട് പെരുമാറിയിരുന്നു. അസ്വാഭാവികതയോടെയായിരുന്നു. അതിലൊരാൾ ഇടയ്ക്കിടെ അവനോട് പറയുന്നുണ്ടായിരുന്നു, ഫോൺ ഓഫാക്കി വെക്കൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഇവിടം അസാധാരണമായ സംഭവങ്ങൾ പൊട്ടിയാടുന്ന ഒരു സ്ഥലമാണ്. അവൻ ഫോൺ സൈലന്റ് ആക്കിയതിനു ശേഷം കിടക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. സമയം രാത്രി 12:17. പെട്ടെന്നാണ് അവന്റെ ഫോൺ ശബ്ദിച്ചത്. അവൻ ഫോൺ എടുത്തില്ല. പിന്നീടും അവന് കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. സ്ക്രീനിൽ തെളിഞ്ഞത് അൺനോൺ നമ്പർ എന്നാണ്. എങ്കിലും ആരാണ് വിളിക്കുന്നത് എന്നറിയാനുള്ള കൗതുകം മൂലം അവൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. അതൊരു അലാം പോലെയാണ് അവന് തോന്നിയത്. സച്ചിൻ, നീ ഓടണം, തീർച്ചയായും നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ശബ്ദം അവിടെ നിലച്ചു. പിന്നീട് അവൻ കേട്ടത് കാതടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചിരിയായിരുന്നു. ഭയങ്കരമായ ഒരു ചിരി, കൂടെ വെള്ളം പൊട്ടിയൊഴുകുന്ന ശബ്ദവും. പെട്ടെന്ന് തന്നെ അവൻ പുറത്തേക്ക് നോക്കി. അടുക്കള ചില്ലിലൂടെ വെള്ളം ഊർന്നു കയറുന്നത് അവൻ കണ്ടു. എന്നാൽ പുറത്താകട്ടെ ഒരു മഴ പോലുമില്ലാത്ത ശാന്തമായ കാലാവസ്ഥ. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ അവൻ അവിടെയുള്ള സമീപവാസികളോടെല്ലാം ചോദിച്ചു, ശബ്ദം കേൾക്കുന്ന ഫോണിന് പിന്നിലെ അപൂർവകത എന്താണ്? അപ്പോഴാണ് ഒരു 12 വയസ്സുള്ള കുട്ടി അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, അതൊരു മരിച്ച സ്ത്രീയുടെ ശബ്ദമാണ്. താഴ്വരയിലെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള അവസാന കാര്യം പറയുവാനാണ് നമ്മളെ വിളിക്കുന്നത്. ഈ താഴ്വരയിൽ വെള്ളപ്പൊക്കമോ? സച്ചിൻ ആശ്ചര്യപ്പെട്ടു. അതിന്റെ ഉത്തരമായി ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ മൊത്തം അവൻ അത്ഭുതത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ആ താഴ്വരയിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു അത്രേ. ചിലർക്ക് ആ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ നമ്പറുകളിൽ നിന്നും ദിവസങ്ങളോളം കോളുകൾ വരുന്നത് പതിവായിരുന്നു. എന്നാൽ മണ്ണിടിച്ചിലായതിനാൽ ആർക്കും അങ്ങോട്ടേക്ക് എത്തിപ്പെടാനായില്ല. അങ്ങനെ ആരോരുമില്ലാതെ അവരവിടെ കിടന്ന് മരിച്ചു. അന്ന് രാത്രി സച്ചിൻ ഫോൺ ഓൺ ചെയ്തു വെച്ചാണ് കിടന്നത്. പതിവ് പോലെ വെളുപ്പിന് രാവിലെ 1:03 പെട്ടെന്നാണ് സച്ചിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്.
സ്ക്രീനിൽ തെളിഞ്ഞത് അച്ഛൻ. ഒരു നിമിഷം സച്ചിൻ ഞെട്ടിത്തെറിച്ചു. അതെ, തന്റെ അച്ഛൻ മരിച്ചിട്ട് 3 വർഷം കഴിയും. പിന്നെ ആരാണാവും അച്ഛന്റെ നമ്പർ? വിറയാർന്ന കൈകളോടെ അവൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തു. മറുതലക്ക് നിന്ന് കേട്ടത്, ഞാനാണ് അവസാനത്തേതെന്ന് തോന്നുന്നു. നീ തിരികെ പോ, അവൾ വരും. അവൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് പോവാൻ സാധിക്കില്ല. അത്രയും പറഞ്ഞ ഉടനെ ആ കോൾ കട്ടായി. അവൻ ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. അച്ഛന്റെ അതേ ശബ്ദം. അച്ഛൻ എന്താണ് ഇപ്പോൾ പറഞ്ഞത്? അവൻ ഒരുപാട് ആലോചിച്ചു. പെട്ടെന്ന് തന്നെ അവന്റെ വാതിലിനുള്ളിലേക്ക് വെള്ളം ഒഴുകിയിട്ട്. എവിടെ നിന്നാണ് വെള്ളം വരുന്നതെന്നറിയാൻ അവൻ ജനൽപ്പാളികളിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പോഴാണ് അവൻ കണ്ടത്, നീളം കുറഞ്ഞ ആ വെള്ളത്തിൽ നിന്നും ഒരു സ്ത്രീ എഴുന്നേറ്റ് വരും. അവൻ ആ സ്ത്രീയുടെ മുഖത്തേക്ക് സൂക്ഷ്മതയോടെ നോക്കി. നല്ല വെളുത്ത ഒരു സ്ത്രീ. പക്ഷേ ആ സ്ത്രീക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് അവന്റെ നമ്പറിലേക്ക് ഒരു കോൾ വന്നത്. അവൻ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്നത് അടുത്തത് നീ. സച്ചിന്റെ യൂട്യൂബ് ചാനൽ ഇന്നും ആക്റ്റീവാണ്. അവസാനത്തെ അപ്ലോഡ് 3 മാസം മുമ്പുള്ള പച്ചമല പോലീസ് എ ഫൈനൽ ഇൻവെസ്റ്റിഗേഷൻ എന്നായിരുന്നു അവൻ അപ്ലോഡ് ചെയ്ത ആ വീഡിയോയുടെ ലാസ്റ്റ് തമ്മ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം സച്ചിനെ ആരും കണ്ടിട്ടില്ല. അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായതിനു ശേഷം അവിടെ നെറ്റ്വർക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ ഫോൺ റിങ് ചെയ്യുന്ന മറ്റൊരു സ്ഥലം കൂടി ഉണ്ടായിരിക്കുന്നു. ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, പിന്നെ ഒരു സബ്സ്ക്രൈബും ചെയ്യൂ. നിങ്ങൾക്കുള്ള മറ്റൊരു കഥയുമായി ഞാൻ നാളെ വരാം. ഇന്ന് പോകുന്നു. ബൈ.